നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോയിൽ നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേഗത്തിൽ നോക്കാൻ പോകുന്നത് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈ ഒരു വെബ്സൈറ്റ് കണ്ടോ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് ആണ്. ഇത് നോക്കിയിട്ടില്ലാത്തവർ എത്രയും വേഗം ഇതൊന്ന് കയറി നോക്കാം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തേ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഉണ്ടല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം ഏത് സെക്ഷനകത്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചത്? സെക്ഷൻ 14 അല്ലയോ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്, അതായത് ഓരോ സംസ്ഥാനത്തും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വേണം എന്ന് പറയുന്നത് സെക്ഷൻ 14(1) ആണല്ലോ. അതിനകത്ത് 14(2) എന്താ നമ്മൾ പഠിച്ചത്? എ സ്റ്റേറ്റ് അതോറിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് ദി ചെയർപേഴ്സൺ ആൻഡ് സച്ച് എ മെമ്പർ ഓഫ് അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിംഗ് 9 as may be prescribed by the state government and unless the rule otherwise provide the state authority shall consist of the following members. ചെയർപേഴ്സൺ ആരായിരിക്കണം? സ്റ്റേറ്റ് അതോറിറ്റിയുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കണം. മറ്റ് മെമ്പേഴ്സ് 9 പേരിൽ കൂടാൻ പാടില്ല, അല്ലെ? ചെയർപേഴ്സൺ ഓഫ് ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സ് ഒഫീഷ്യോ ആയിരിക്കണം. ഇതൊക്കെ 14(2) പ്രത്യേകം പറയുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ പറയല്ല, എങ്കിലും നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഈ 2005 ആക്ടിനകത്ത് 14ാമത്തെ സെക്ഷനകത്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് പ്രകാരം ഹെഡ് ചെയ്യുന്നത് ആരാണെന്നാ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടപ്പുണ്ട്. ആ മെമ്പേഴ്സിന്റെ നിലവിലത്തെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കി വെക്കുക. ചെയർമാൻ പിണറായി വിജയന്, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് റവന്യൂ ആണ്. റവന്യൂ മിനിസ്റ്റർ ആണ് വൈസ് ചെയർമാൻ. നിലവിൽ ശ്രീ കെ രാജൻ. മെമ്പർ എന്ന് പറയുന്ന മറ്റ് മെമ്പേഴ്സ് ആണ് പറയുന്നത് ശ്രീ പി പ്രസാദ്, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പം നിലവിൽ ഡോക്ടർ എ ജയ തിലക് IAS. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീ ബിശ്വന്ത് സിൻഹ IAS. കൺവീനർ എന്ന് പറയുന്നത് MG രാജമാണിക്യം IAS. അതായത് സെക്രട്ടറി ആൻഡ് റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ശേഖർ ലൂക്കോസ് കുര്യാക്കോസ്. അത്രയൊന്നും പഠിച്ചില്ലെങ്കിലും സാരമില്ല, ജസ്റ്റ് ഇത്രയൊന്ന് നോക്കി വെക്കാം. ഇത്ര ആൾക്കാരാണ് നിലവിൽ. ഇനി നമുക്ക് ഇവിടെ അറിയാനുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ, എല്ലാ സെക്ഷൻസും ഞാൻ പറയുന്നില്ല. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി KSEC എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരമാണ്. KSDMR റൂള് 2007 പ്രകാരമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തെ മെമ്പേഴ്സ് ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കൺവീനറും മറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആക്ടിൽ പഠിച്ചതാണ്. ഇനി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ പറ്റിയിട്ട്, KSDMA പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തിന്റെ അണ്ടറിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്? മാനേജ്മെന്റ് ആക്ട് 2005 ആ ഒരു പിൻബലത്തോടുകൂടി ഫോം ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണോമസ് ബോഡിയാണ്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണോമസ് ബോഡിയാണ്. സെക്ഷൻ 14 ചാപ്റ്റർ 3 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നത്. ഫസ്റ്റ് KSDMA കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളത് 2007 മെയ് 4 ഓക്കെ. അപ്പം നിലവിൽ പ്രസന്റ് കോമ്പോസിഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് 2013 ജൂലൈ 17 വന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ മോട്ടോ, ഇതിന്റെ മോട്ടോ എന്താണെന്ന് ചോദിക്കാം. സുരക്ഷായനം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സുരക്ഷായനം എന്നുള്ളതാണ്. അതുപോലെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, നിലവിൽ ചെയർമാൻ ഉൾപ്പെടെ 10 പേരാണ്. നിലവിൽ ചെയർമാൻ ഉൾപ്പെടെ 10 പേര് ഓർത്ത് വെച്ചേക്കണം. വൈസ് ചെയർമാൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു? റവന്യൂ മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്റർ ആണ് ചെയർമാൻ. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ചീഫ് സെക്രട്ടറി. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ന് പറയുന്നത് കൺവീനർ ആണ്. അതുപോലെ ഹെഡ് ഓഫ് ദി കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ഒരു മെമ്പർ ആയിരിക്കണം. കൃഷി മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കേ. ഇപ്പൊ തന്നെ ഈ ഒരു വെബ്സൈറ്റ് കണ്ടിട്ടില്ലാത്തവരെ എടുത്തു വെച്ച് നോക്കാം. നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കാറ്റും ന്യൂനമർദ്ദവും ഒക്കെ ഉണ്ട്. അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം മുകളിൽ പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട വാർണിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. റെയിൻഫോള്, ഹൈവേവ്, ഫ്ലഡ്, ഡാം ലെവല്, ഫിഷർമാൻ വാർണിംഗ്, ലൈറ്റ്നിങ്, സ്ട്രോങ് വിൻഡ്, ടെമ്പറേച്ചർ, കോവിഡ്, അങ്ങനെയുള്ള
പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ വാർണിംഗ് ആയിട്ട് ഇവർ തന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നോക്കിക്കേ, വാർണിംഗ് സിസ്റ്റംസ് ഉണ്ട് നമുക്ക്. ഇത് മഴക്കണ്ട കള്ളക്കടൽ പ്രതിഭാസം കണ്ടോ, കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം, ശക്തമായ കാറ്റിന് സാധ്യത, ഇതെല്ലാം ഈ ഒരു വെബ്സൈറ്റിനകത്ത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനകത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിക്കുവാണെങ്കിൽ തെറ്റിക്കരുത്. ഏതാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? വികാസ് ഭവൻ തിരുവനന്തപുരമാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നാഷണലി നോട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ഏതാണ്, സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് പറയാം. നാഷണൽ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആണ് ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, ഡ്രോട്ട്, അതുപോലെ സൈക്ലോൺസ്, എർത്ത്, ക്ലൗഡ് ബേസ്റ്റ്, ഹെയിൽ സ്റ്റോം, സുനാമി, ഫയർ, പെസ്റ്റിന്റെ അറ്റാക്ക്, കോൾഡ് വേവ് അല്ലെങ്കിൽ ഫ്രോസ്റ്റ്, അവലാഞ്ചെ എന്നൊക്കെ പറയുന്നത് നാഷണലി നോട്ടിഫൈഡ് ആയിട്ടുള്ള ദുരന്തങ്ങളാണ്. ഇനി സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അത് പ്രഖ്യാപിച്ച വർഷവും കൂടെ ഓർത്ത് വെച്ചിരിക്കണം. ഒന്ന് കോസ്റ്റൽ ഇറോഷൻ, 2015 കോസ്റ്റൽ ഇറോഷൻ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണ്. കോസ്റ്റൽ ഇറോഷൻ. ലൈറ്റ്നിങ് 2015 വന്നതാണ്. സ്ട്രോങ് വിൻഡ് 2015, സോയിൽ പൈപ്പിംഗ് 2017, അതുപോലെ ഹീറ്റ് വേവ്, സൺസ്ട്രോക്ക്, സൺബേൺ 2019, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് 2024 വന്നത്. അതുപോലെ MSC ELSA 3 എന്ന് പറയുന്നത്, അതായത് കേരള ഡിക്ലെയർ ചെയ്ത ഒരു ഷിപ്പ് റെക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണ് 2025. MSC ELSA 3 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. MSC ELSA 3 എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 കേരള ഡിക്ലെയർ ചെയ്ത ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൂടെ ഓർത്ത് വെച്ചേക്കാം. ഇവിടെ സ്റ്റേറ്റും സ്പെസിഫിക് ആയിട്ടുള്ളതും നാഷണൽ സ്പെസിഫിക് ആയിട്ടുള്ളതും കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടോ, ഇവിടെ ഗവേണൻസ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിപ്പയർഡ്നെസ്, അതായത് ഏർലി വാർണിംഗ് സിസ്റ്റം. ഇപ്പൊ ഇവിടെ ഏർലി വാർണിംഗ് സിസ്റ്റം നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏർലി വാർണിംഗ് സിസ്റ്റം വെതറിന്റെ കേസസിൽ കൊടുക്കും, സീ സ്റ്റേറ്റിൽ കൊടുക്കും. ജസ്റ്റ് കാണിച്ചു തരാം, നോക്കിക്കോ. വെതർ, സീ സ്റ്റേറ്റിന്റെ, റിവർ, റിസർവോയർ, സൈക്ലോൺ, എർത്ത്, സുനാമി, പബ്ലിക് അലേർട്ട് സിസ്റ്റം, ഇങ്ങനെ നമുക്ക് മുന്നിലെ തന്നെ വാർണിംഗ് സിസ്റ്റം തരുന്ന കാര്യങ്ങളും. ദെൻ ഡാം മാനേജ്മെന്റ്, പ്രോജക്ട്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കൃത്യമായിട്ട് ആ ഒരു പ്രിപ്പയർനെസ് സ്റ്റേജ് പോകുന്നുണ്ട്. ദെൻ ഇവിടെയും മിറ്റിഗേഷൻ ഉണ്ട്. മിറ്റിഗേഷനകത്ത് കുറെ ഈ പറഞ്ഞ കൂട്ട് തന്നെ ആരൊക്കെയാണ് മിറ്റിഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ വരാതെ സൂക്ഷിക്കുക. അപ്പൊ കൂടുതലായിട്ട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേജ് ആണിത്. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനും. റെസ്പോൺസ്, ഈ റെസ്പോൺസിന്റെ കേസസിലാണ് അവിടെ ഏറ്റവും കൂടുതൽ എന്ത് വേണ്ടത് നമുക്ക്, നമ്മുടെ NDRF പോലെ ഉള്ളതും. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ട്. ഇതൊരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, SDRF എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അകത്തുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ. അത് ഒന്നുകിൽ നാച്ചുറൽ ആവാം അല്ലെങ്കിൽ മാൻമെയ്ഡ് ആവാം. ഓർത്ത് വെച്ചേക്കണം, SDRF. NDRFന്റെ തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ളത്. NDRF, സിവിൽ ഡിഫൻസ് ഒക്കെ ഇതിന്റെ പാർട്ടായിട്ട് വരാം. അപ്പൊ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇതിന്റെ പാർട്ടായിട്ട് വരാം. അതിന്റെ കൂട്ടത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അപ്പൊ SDRF എന്ന് പറയുന്നത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിന് പോലീസ് ആക്ടിവിറ്റീസിൽ പ്രവർത്തിക്കേണ്ട ഒന്നല്ല. ഇത് SDRF ഇപ്പോൾ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ഏകദേശം 100 പേരോളമാണ് ഇതിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ഈസ് അണ്ടർ ദ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആസ് മെമ്പർ ഓഫ് KSDMA. അതുപോലെ തന്നെ SDRF കമാൻഡ് ചെയ്യുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിരിക്കും. അതുപോലെ ഈ മെമ്പേഴ്സിനെ പല ജില്ലകളിലായിട്ട് തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കണ്ണൂർ റേഞ്ചസ് ഓഫ് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ്ങും കൊടുക്കാറുണ്ട്. ആരാ കൊടുക്കുന്നത്? NDRF ആണ് കൊടുക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ സിവിൽ ഡിഫൻസ് ഇതിന്റെ ഒരു പാർട്ടാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് വേഗത്തിൽ ഓടിച്ചു പോകുന്നത്. സിവിൽ ഡിഫൻസ്, അതുപോലെ ഇപ്പൊ പറഞ്ഞ NDRF, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതുപോലെ SDRF, ഇതെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളൂടെ പറയാനുള്ളത്. നോക്കാം, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസിയെ പറ്റിയിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോവുക. അപ്പൊ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി 2010 പ്രകാരം കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഡിസാസ്റ്റർ കാറ്റഗറീസ് ഉണ്ട്. പ്രധാനമായിട്ടും ഏകദേശം ഒരു 5 കാറ്റഗറി ആയിട്ട് ഡിസാസ്റ്ററിനെ തിരിച്ചിട്ടുണ്ട് ഇവര്. ഓക്കെ, അതിനകത്ത് കാറ്റഗറി നമ്പർ 1 എന്ന് പറയുമ്പോൾ ഹൈഡ്രോ മെറ്ററോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അതായത് വെള്ളവും ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കാറ്റഗറി നമ്പർ 1 പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് വെള്ളപ്പൊക്കം, അതുപോലെ വെള്ളമില്ലായ്മ, അതായത് ചൂട്, അതുപോലെയുള്ള കാര്യങ്ങൾ, വരൾച്ച വരാം,
അതുപോലെ എന്താണ് ഈ വലിയ വേവ്, മഴ, ഇടി, സൈക്ലോൺസ്, സ്റ്റോംസ്, ഇതൊക്കെ കാറ്റഗറി നമ്പർ 1. കാറ്റഗറി നമ്പർ 2 ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, അതായത് മണ്ണിടിച്ചില്, ഭൂമി കുലുക്കം, ഡാം ഫെയിലിയേഴ്സ്, സുനാമി, ഡാം ബേസ്റ്റ്, അതൊക്കെ കാറ്റഗറി നമ്പർ 2. കാറ്റഗറി നമ്പർ 3 കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 4 ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റർ. അപ്പം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി പ്രകാരം അവര് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഡിസാസ്റ്റേഴ്സിൽ നമ്മുടെ എപ്പിഡമിക്, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊറോണ ഒക്കെ എവിടെയാണ് വരുന്നത്? കാറ്റഗറി നമ്പർ 4 കേട്ടോ. പെസ്റ്റിന്റെ അറ്റാക്ക്, പോയിസണിങ് ഡിസീസ്, കാറ്റിൽ എപ്പിഡമിക്സ്, അതുപോലെ മെയിൻ ആയിട്ടുള്ള എപ്പിഡമിക്സ് എല്ലാം തന്നെ കാറ്റഗറി നമ്പർ 4 മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാറ്റഗറി നമ്പർ 5 ഓക്കെ. മാൻമെയ്ഡ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാറ്റഗറി നമ്പർ 5 അപ്പം ഇത്രയും നോക്കിയിട്ട് പോവുക. ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുന്നു, ഈ ഒരു വെബ്സൈറ്റ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ KSDMA ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കേണ്ട പബ്ലിക് ടോൾ ഫ്രീ നമ്പർ 1079 കേട്ടോ. 1079. ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ നമ്പർ 1077. പബ്ലിക് ടോൾ ഫ്രീ നമ്പർ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടേത് 1079. ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൻ്റെത് 1077. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സമയക്കുറവായതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.